Hi dear students, so നമ്മുടെ കീം എക്സാമിന്റെ എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. സോ കീം എക്സാമിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ബോർഡ് എക്സാമിന്റെ തിരക്കുകളിലായിരിക്കുമെന്ന് അറിയാം. സോ ഇത് രണ്ടും അടുപ്പിച്ച് വരുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ബോർഡ് എക്സാമും അതിനൊപ്പം തന്നെ കീം എക്സാമും അടുപ്പിച്ച് വരുന്ന ഒരു സ്പെഷ്യൽ കീമാണ് കീം 2025 എന്നുള്ളത്. അതിന്റെ കൂടെ ഒരു ഡിഫറൻസും കൂടെ ഉണ്ട്. അത്രയും നാളും ഓഫ്ലൈൻ ആയിരുന്ന പരീക്ഷ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഓൺലൈനായി മാറിയിട്ടുണ്ട്. അപ്പം ഏപ്രിലിൽ ഒരു സർട്ടൺ ഡേറ്റ്സിലായിരിക്കും നമുക്ക് കീം എക്സാം നടക്കുക. അപ്പൊ അത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷമാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ നടത്തേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ശരിക്കും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ക്രിസ്മസ് പരീക്ഷ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രാക്ടിക്കൽസും അതിനുശേഷം മെയിൻ ബോർഡ്സ് ഒക്കെ വരുന്നൊരു സമയമാണ്. അതിന്റെ കൂടെയാണ് നിങ്ങൾ കീമിന് ട്രൈ ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ബോർഡ്സിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 month അല്ലെങ്കിൽ തള്ളി ഏകദേശം ഒരു 2 month സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സസിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നു. സോ ഈ വർഷത്തേക്ക് വരുമ്പം അവിടെയുള്ളൊരു ടൈം ഗ്യാപ്പിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം വളരെ അടുത്ത് തന്നെ വിത്തിൻ ഒരു 26 daysനുള്ളിൽ തന്നെ ശരിക്കും അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കീം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും ഓൺലൈൻ മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, കീം എക്സാം എന്ന് പറയുമ്പം ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്. ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ആയിരിക്കും ഉണ്ടാവുക. ആ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും കറക്റ്റിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതിന് ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ പ്രാക്ടീസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം +1 പഠിക്കാനുള്ളതെന്നും കൂടെയാണ്. അപ്പൊ നിങ്ങൾ +2വിന്റെ ടോപ്പിക്കുകൾ പഠിച്ചതിന്റെ കൂടെ നിങ്ങൾ +1 ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കീമിന് നല്ലൊരു മാർക്ക് കിട്ടുകയുള്ളൂ. ആ നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഗവൺമെന്റ് കോളേജസിൽ ഇപ്പോൾ നിങ്ങൾ 4 വർഷം ബിടെക് പഠിച്ചിറങ്ങണമെങ്കിൽ അത്യാവശ്യം കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പായിട്ടുള്ള ഫീസും ടാലി ആവുന്ന നല്ല പ്ലേസ്മെന്റും ഉള്ള കോളേജുകൾ മാത്രം നോക്കാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റുകളും നല്ല ജോലി അവസരങ്ങളും കിട്ടുന്നതുമായിരിക്കും. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ജേർണി നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ +1ഉം +2ഉം ടാലി ആക്കണമെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിന് ശേഷമുള്ള ടൈം ഗ്യാപ്പ് കൊണ്ട് മാത്രം നമുക്കത് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ബോർഡ്സിന് പഠിക്കുന്നതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഈ +1ന്റെ പോർഷൻസും ഇടയിലിടയിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള എല്ലാ സ്ട്രാറ്റജീസുമായിട്ട് തന്നെ ശരിക്കും സൈലം നിങ്ങളുടെ കീം ചാനലിലൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡു ഫോളോ ദിസ് ചാനൽ. കൂടുതൽ കീം റിലേറ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഇവിടെ പറയും. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എങ്ങനെ പഠിക്കണം എന്ന കാര്യം പറയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോർഡിന് കീമിനും ബോർഡിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് അറിയാം. നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന ബോർഡ് എക്സാമിന്റെ അതേ ഇമ്പോർട്ടൻസിൽ കീമും പഠിച്ച് ഈക്വലൈസ് ചെയ്തായിരിക്കും നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് പ്രധാനമാണ്. കീമിന്റെ മാർക്കും ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് മാർക്കും ബോർഡ്സും നിങ്ങൾക്ക് പ്രധാനമാണ്. അതിനെ എങ്ങനെ ഈക്വലി ടാലി ചെയ്ത് പോകാം എന്നുള്ളതായിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.